അങ്ങനെ തെളിച്ചു പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് അങ്ങ് പറഞ്ഞത് ഉദ്യോഗസ്ഥരിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി, യഥാർത്ഥ ക്രിമിനലുകളെ വെറുതെ വിടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത്. അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്നാണ്. അങ്ങേക്ക് എന്തെങ്കിലും അനുഭവം, അതല്ലെങ്കിൽ മറ്റു പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും അനുഭവം നേരിട്ടതായി താങ്കളോട് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം അല്ല ഇവിടെ പ്രശ്നം. പാർട്ടിക്കാരെ മുഖവിലക്കെടുക്കുന്നില്ല, MLA-മാരെ മുഖവിലക്കെടുക്കുന്നില്ല, സഹയാത്രികരെ മുഖവിലക്കെടുക്കുന്നില്ല. അൻവർ പറഞ്ഞ കാര്യങ്ങൾ പോലും, അൻവർ ഒരു MLA ആണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലും അദ്ദേഹം തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധിക്കാരവും ധാർഷ്ട്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത്. ഒരു പരാതി ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു പരാതി പറഞ്ഞാൽ അതിൻ്റെ മേലെ ആക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ടൊരു പരാതി കൊടുത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാര്യങ്ങൾ ആരെങ്കിലും ബോധിപ്പിച്ചാൽ അത് നെവറാക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇടതുപക്ഷത്തുള്ള നേതാക്കളും MLA-മാരും കൊടുക്കുന്ന പരാതി പോലും പൊളിറ്റിക്കൽ സെക്രട്ടറി ഗൗരവത്തോടെ എടുക്കുന്നില്ല, അതിന്മേൽ നടപടി ഉണ്ടാക്കുന്നില്ല, അല്ലേ? ഇല്ല 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 അതെന്തുകൊണ്ടായിരിക്കും ശ്രീ കാരാട്ട് റസാഖ്? അതാണ് ഇവിടെ പ്രശ്നം. അല്ല, അദ്ദേഹത്തിന് വൈവിട്ട ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുന്നത്. വൈവിട്ട ബന്ധങ്ങളുള്ള ആളുകൾക്കൊന്നും നേരായ മാർഗത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കില്ല. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നാണ് കാരാട്ട് റസാഖിന്റെ ആരോപണം. ഉദാഹരണത്തിന് തീർച്ചയായും ശ്രീ കാരാട്ട് റസാഖ്, ഉദാഹരണത്തിന് ഉദാഹരണത്തിന് PV അൻവർ പറഞ്ഞ പരാതി തന്നെ. എനിക്ക് ആരുടെ പേരിലും ഒരു പരാതിയില്ല. ADGP-ൻ്റെ പേരിൽ പരാതിയില്ല, SP-മാരുടെ പേരിൽ പരാതിയില്ല, മറ്റുദ്യോഗസ്ഥരുടെ പേരിൽ പരാതിയില്ല, ആരുടെ പേരിലും പരാതിയില്ല. പക്ഷേ PV അൻവർ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം രേഖാമൂലം പലർക്കും കൊടുത്ത പരാതികൾ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുത്ത പരാതികൾ, പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് പറഞ്ഞ പരാതികൾ, അതിൻ്റെ പേരിലൊന്നും ഒരു നടപടിയും ഇല്ലാത്ത. അല്ല, അത് മനസ്സിലായി. അതായത് ഇടതുപക്ഷ പ്രവർത്തകരോ നേതാക്കളോ കൊടുക്കുന്ന പരാതിയിന്മേൽ പെട്ടെന്ന് നടപടി എടുക്കുന്നില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി, അതൊരു ആരോപണമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മറ്റു വഴിവിട്ട ബന്ധങ്ങൾ അങ്ങ് ഉദ്ദേശിച്ചത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണെങ്കിൽ വഴിവിട്ട ബന്ധങ്ങളിലൊന്ന് സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, കൊട്ടേഷൻ സംഘം, കൊലപാതകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാത്തിലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു പങ്കുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത് ശ്രീ കാരാട്ട് റസാഖ്? പങ്ക് ഉണ്ടായത് കൊണ്ടാണ് ഇതിന് മുകളിൽ ഒരു നടപടികൾ വരാതെ കാലതാമസം വരുന്നത്. ഞാൻ അതാണ് ചോദിച്ചത്. ഇതിലേതിലാണ് താങ്കൾക്ക് നേരിട്ടറിയാവുന്നതോ താങ്കൾ പറഞ്ഞു കേട്ടതോ ആയ അറിവിലുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെട്ടു എന്നത്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, PV അൻവർ പറഞ്ഞ പരാതി, PV അൻവർ നൽകിയിട്ടുള്ള പരാതികളിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ അതിനൊക്കെ സഹായകരമായിട്ട് സാഹചര്യം ഒരുക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വിഷയത്തിലടക്കം ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു അറിവുണ്ട് എന്നാണോ താങ്കളുടെ ആരോപണം? എൻ്റെ ആരോപണമല്ല, PV അൻവറിൻ്റെ ആരോപണമാണ്. അല്ല, PV അൻവർ അവിടെ ADGP-യിലാണ് അത് നിർത്തുന്നത്. ADGP-ക്ക് മുകളിലേക്ക് പോകുന്നില്ല. ADGP-ക്ക് മുകളിൽ പോകുന്നില്ല. പക്ഷേ ADGP-ക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കെതിരായിട്ടോ നടപടി ഇല്ലാതിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി
നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഈ ADGPയുടെ ക്രമസമാധാന ചുമതല മാറ്റാതെയാണ് അന്വേഷണം. അതിൽ താങ്കൾ തൃപ്തനാണോ? അല്ല, അത് മാറ്റേണ്ടതായിരുന്നു, മാറ്റുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്.